ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു രുചി ബൈ ബിൻസു. ഇന്ന് നമ്മളൊരു കിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് പനിയോ അല്ലെങ്കിൽ വയറിന് അസ്വസ്ഥതയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കിത് കഴിച്ചു കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അതിനായിട്ട് ഇതൊരു 300 ml കപ്പാണ്. അതിനകത്ത് ഞാനൊരു 300 ml ചുമന്ന അരിയില്ലേ, നമ്മൾ ചോറ് വെക്കുന്ന ചുമന്ന അരി ഇട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. പിന്നെ അതിനായിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ചെറുപയർ ഇട്ട് കൊടുക്കാം. അതുപോലെ ഇത് നമ്മുടെ കറുത്ത ഉഴുന്നാണ്. നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുന്ന തൊലിയോട് കൂടിയുള്ള ഉഴുന്നാണ്. ഇതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ സാമ്പാർ വെക്കുന്ന തൊമര അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിന് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഉപയോഗിക്കാം. ഞാനിവിടെ ബീൻസ്, 2-3 സവാള, 2-3 തക്കാളി, ഒരു കിഴങ്ങ്, കുറച്ച് വെളുത്തുള്ളിയുടെ അല്ലികൾ, കുറച്ച് പച്ചമുളക്, അതുപോലെ ഒരു കഷ്ണം മത്തങ്ങ, ഒരു ചെറിയ ക്യാരറ്റ്, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇടുന്നത്. നമുക്ക് ഇഷ്ടമുള്ള എല്ലാ പച്ചക്കറികളും ഇടാം. അപ്പോൾ നമ്മുടെ വേണ്ട പയറ്, ഈ പരിപ്പുകളെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്നിച്ചാരി പിന്നെ പയറും അതുപോലെ ഈ വെജിറ്റബിളും എല്ലാം ഒന്നിച്ചാണ് നമ്മൾ കുക്കറിൽ അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടും. ഇതിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, അതുപോലെ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. ഫുള്ള് തീയിൽ വെക്കണ്ട, നമുക്ക് മീഡിയം ടു സിമ്മിനിടയിൽ വെച്ചിട്ട് ഇതിനെ നല്ലതായിട്ട് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം നല്ലതുപോലെ വെന്തോ ഇല്ലയോന്ന്. നല്ലതുപോലെ വെന്തിട്ടുണ്ട് കിച്ചടി. വെജിറ്റബിളും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തിടണം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പിൽ വെക്കട്ടെ. നമ്മൾ നെയ്യ് ഒഴിച്ചാണ് വറുത്തിടേണ്ടത്. അപ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ച് ഇതൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ടൊരു വലിയ ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കുക. അപ്പോൾ നമുക്ക് നെയ്യൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 2 മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ് ഈ ഉള്ളിയുടെ ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, ഉള്ളിയെല്ലാം ഗോൾഡൻ നിറമായിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കാം. എന്നിട്ട് ഇതിനകത്തോട്ട് കോരിയിട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് കഴിച്ചാൽ നമുക്ക് പനിയോ മറ്റുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ക്ഷീണത്തിനും ഒക്കെ വളരെ നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക. ആദ്യമേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.